4-year UG പ്രോഗ്രാം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും 2024 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ജൂലൈ 1, 2024 4-year UG പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. 16-ാം തീയതി ഡിസംബർ 16, 2024 രണ്ടാമത്തെ സെമസ്റ്റർ FYGയുടെ രണ്ടാമത്തെ സെമസ്റ്റർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് സോഷ്യൽ വർക്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന സിലബസും അതിന്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 5 പ്രോഗ്രാമുകളാണ് സോഷ്യൽ വർക്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്നത്. 3 DSCയും 2 MDCയും. ഈ DSCയിൽ വരുന്നത് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്ക് മെത്തേഡ്സ്, സൈക്കോളജിക്കൽ അനാലിസിസ് ഫോർ സോഷ്യൽ വർക്ക് എന്നുള്ള 3 പേപ്പറുകളാണ്. MDCയിൽ ഗ്രൂപ്പ് ഡൈനാമിക്സും ട്രാൻസ്ഫോമിംഗ് സോഷ്യൽ ബിഹേവിയറും. ഇതിൽ ഒരു പേപ്പർ കോറുകാർക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം. അതായത് സോഷ്യൽ വർക്കിൽ ബിരുദം എടുക്കുന്നവർക്ക് DSC പേപ്പറിൽ 1 നിർബന്ധമായും ചെയ്തിരിക്കണം. ബാക്കി 2 DSCകൾ മൈനറുകാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഒരു MDC വേറെ ഏതെങ്കിലും ഡിസിപ്ലിനുള്ളവർക്ക് സോഷ്യൽ വർക്കിൽ പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ളതാണ് ഇതിൽ ഒരു MDC എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സിലബസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് DSC പേപ്പർ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് ആണ്. സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കിൽ നമുക്ക് അറിയാവുന്നത് പോലെ 4 മൊഡ്യൂളുകളാണ് തിയറി ഭാഗത്ത് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിംഗ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കോളജി ആണ്. അതിനകത്ത് വരുന്നത് സൈക്കോളജിയുടെ ഡെഫിനേഷനും മീനിങ്ങും നേച്ചറും സ്കോപ്പും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു 6 കോൺസെപ്റ്റ്സ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്കൊരു 9 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. സൈക്കോളജിയിൽ 9 തിയറീസ്. അതിൽ ഫസ്റ്റ് തിയറി വരുന്നത് ഇവൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. പിന്നീട് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി, കാൾ റോജേഴ്സിന്റെ ഹ്യൂമനിസ്റ്റിക് തിയറി, ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, എറിക്സന്റെ 8 സ്റ്റേജസ് ഉള്ള സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി, കോൾസ്ബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി, പിന്നെ PGയുടെ തിയറി ആൻഡ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന തിയറി. അങ്ങനെ 9 തിയറികളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. 3-ാമത്തെയും 4-ാമത്തെയും മൊഡ്യൂളിൽ ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതിൽ 3-ാമത്തെ മൊഡ്യൂൾ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഡെവലപ്മെന്റ് സൈക്കോളജി എന്താണെന്നുള്ളതും ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതും ഹെറിഡിറ്റിയുടെയും എൻവയോൺമെന്റിന്റെയും റോൾ എന്താണെന്നും പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രഗ്നൻസി ടിൽ ഓൾഡ് ഏജ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേജസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡെവലപ്മെന്റ് ടാസ്കും ഹസാർഡ്സും എല്ലാം പഠിക്കുന്നുണ്ട്. 4-ാമത്തെ മൊഡ്യൂളിൽ മൾട്ടി ഡയമെൻഷണൽ ഫ്രെയിംവർക്ക് ഇൻ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന മൊഡ്യൂളാണ്. അതിനകത്ത് ബയോ സൈക്കോ സോഷ്യൽ മോഡലിനാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അസസ്മെന്റ്സും നോക്കുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് 4 P's ഇൻ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്താണ്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, പെർപെച്വേറ്റിംഗ് ഫാക്ടർ, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ഇതെല്ലാം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. 5th മൊഡ്യൂൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ സിഗ്നേച്ചർ കോഴ്സ് ആണ്. സിഗ്നേച്ചർ കോഴ്സിൽ 5 ഓപ്ഷൻസ് ആണ് ഓൾറെഡി നമ്മൾ നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാമ്പിൾ കേസ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ സൈക്കോ സോഷ്യൽ മോഡലാണ്. 4th മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡ് പ്രാക്ടിക്കം ടോപ്പിക് ആണ്. പിന്നെ ഒബ്സർവേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് ഓഫ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് യൂസിംഗ് പ്രിപ്പയർഡ് ചെക്ക് ലിസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യനെയർസ്, അതാണ് വേറൊരെണ്ണം വന്നിട്ടുള്ളത്. പിന്നെ ഓൾഡർ അഡൽട്സിന്റെ കൂടെ അസിസ്റ്റഡ് ലിവിംഗ് കണ്ടീഷൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഓൾഡർ അഡൽട്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് ആൻഡ് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരെണ്ണം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൈക്കോസോഷ്യൽ തിയറീസ്, അതായത് എറിക്സന്റെ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡും ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ ഒന്ന് അസസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് അവസാനമായിട്ട് പറയണത് ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ആൻഡ് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സുമായിട്ടോ സ്കൂൾ കൗൺസിലേഴ്സുമായിട്ടോ ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ഏർലി ചൈൽഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് DSC എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആണ്. ഇതിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഓരോ മെത്തേഡും പ്രൈമറി മെത്തേഡും സെക്കൻഡറി മെത്തേഡുമാണ് ഓരോ മൊഡ്യൂളായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ കേസ് വർക്ക് എന്താണെന്നും ഗ്രൂപ്പ് വർക്ക് എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, അതിന്റെ പ്രോസസ്സ്, അതിന്റെ സ്റ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ മെത്തേഡ് ഓഫ് വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, അതായത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നുള്ള പ്രൈമറി മെത്തേഡും സോഷ്യൽ ആക്ഷൻ എന്നുള്ള സെക്കൻഡറി മെത്തേഡുമാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കുന്നത്.
പിന്നെ തേർഡ് മൊഡ്യൂൾ വരുമ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അതിനകത്ത് തന്നെ വെൽഫെയർ പ്രോഗ്രാംസും വരുന്നുണ്ട്. പിന്നെ ഫോർത്ത് മൊഡ്യൂളിൽ സോഷ്യൽ വർക്ക് റിസർച്ച് എന്താണ്, ഫീൽഡ് വർക്ക് ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ള ആസ്പെക്ട് ആണ് വരുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ വർക്ക് റിസർച്ചിന്റെ സ്കോപ്പ് എന്ത്, ഡെഫിനിഷൻ എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. ഇത് മെയിൻ ആയിട്ട് മൈനർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തൊരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ മെത്തേഡ്സും ഒരൊറ്റ പേപ്പറിലേക്ക് നമ്മളൊന്ന് ചുരുക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഫീൽഡ് വർക്കിലേക്ക് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് വർക്കാണ് ഇതിനകത്ത് പറയുന്നത്. അണ്ടർടേക്ക് കേസ് സ്റ്റഡീസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി ഇൻ കമ്മ്യൂണിറ്റി, ഓർഗനൈസ് എ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഇൻ എ നിയർ ബൈ സ്കൂൾ. ഇത് രണ്ടും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് ആസ്പെക്ട് ആണ് വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ DSC എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അനാലിസിസ് ഫോർ സോഷ്യൽ വർക്ക് ആണ്. ഇതും നമ്മുടെ ഫസ്റ്റ് DSCയിലുള്ള സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് എന്നുള്ള പേപ്പർ മോറോലെസ് സിമിലർ ആയിട്ടാണ് കാണുന്നത്. ഇതിനകത്തും എഗെയിൻ നമ്മൾ 4 മൊഡ്യൂളായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഇൻട്രൊഡ്യൂസിങ് സൈക്കോളജി, ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് എന്നൊരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിയുടെ ഡെഫിനിഷനും മീനിങ്ങും എല്ലാമാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 6 കോൺസെപ്റ്റ്സ് പഠിച്ചെങ്കിൽ ഇവിടെ നമുക്ക് 4 കോൺസെപ്റ്റ്സേ പഠിക്കാനുള്ളൂ. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഇന്റലിജൻസ്, ഈ 4 കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. പക്ഷെ അതിനകത്ത് എക്സ്ട്രാ ടോപ്പിക് വന്നിട്ടുണ്ട് സോഷ്യൽ വർക്ക് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അത് സോഷ്യൽ വർക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പല പല സെറ്റിംഗ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അവിടെ 9 തിയറീസ് ആണ് നമ്മൾ സൈക്കോളജിയിലത് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് വെറും 5 തിയറീസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇവൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും, സ്കിന്നറിന്റെ ഓപ്പൺ കണ്ടീഷനിങ്ങിലും, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡും, അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയും എറിക്സന്റെ തിയറിയും, ഇതോട് കൂടിയിട്ട് നമ്മുടെ തിയറി ഭാഗങ്ങൾ തീരുകയാണ്. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ എഗെയിൻ ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ പോർഷൻസ് ആണ്. അത് മോറോലെസ് സിമിലർ പോർഷൻസ് ആണ് കാണുന്നത്. ഡെവലപ്മെന്റ് സൈക്കോളജി എന്താണെന്നുള്ളതും അതിന്റെ സ്റ്റേജസ് എന്താണെന്നുള്ളതും, റൈറ്റ് ഫ്രം പ്രഗ്നൻസി ടിൽ ഓൾഡ് ഏജ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഹസാർഡ്സും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എഗെയിൻ മൾട്ടി ഡയമെൻഷണൽ ഫ്രെയിംവർക്ക് ഇൻ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവിടെ ബയോ സൈക്കോ സോഷ്യൽ മോഡലിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 P's എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നോക്കുന്നത്. ഇതിന്റെ മൊഡ്യൂൾ 5 ഫീൽഡ് വർക്ക് ആസ്പെക്ടിലേക്ക് വരുന്ന സിഗ്നേച്ചർ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ വേർഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂസിങ് അസസ്മെന്റ് ഫ്രെയിംവർക്ക്സ് എന്നാണ് ഫസ്റ്റ് ഫീൽഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഏത് അസസ്മെന്റ് ഫ്രെയിംവർക്ക് ആണെന്നുള്ളത് സിലബസിൽ കൊടുത്തിട്ടില്ല. അത് ടീച്ചേഴ്സിന്റെ ഇഷ്ടത്തിനായിരിക്കും, കാരണം സിഗ്നേച്ചർ കോഴ്സും കൂടി ആണല്ലോ. പിന്നെ അനാലിസിസ് ഓഫ് സെൽഫ് യൂസിങ് വേരിയസ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഇതും ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് ആസ്പെക്ടിലായിരിക്കും നമുക്ക് വരുന്നത് റാദർ ദാൻ ഫീൽഡ് വർക്ക് ആസ്പെക്ട്. പിന്നെ അനാലിസിസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് യൂസിങ് വേരിയസ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജസ്, അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് വർക്ക് ആസ്പെക്ട് ആണ്. അപ്പൊ ഇത്രയുമാണ് DSC പ്രോഗ്രാംസ് വരുന്നത്. നമുക്ക് 3 DSC പ്രോഗ്രാംസ് ആണ് സിലബസിൽ വന്നിട്ടുള്ളത്. സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക്, അതുമായിട്ട് വളരെ അധികം ബന്ധം ആയിട്ട് തന്നെ നിൽക്കുന്ന സൈക്കോളജിക്കൽ അനാലിസിസ് ഫോർ സോഷ്യൽ വർക്കും, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് മെത്തേഡ്സും. ഇനി നേരത്തെ പറഞ്ഞ പോലെ MDC പ്രോഗ്രാമിലേക്ക് വേറെ ഡിസിപ്ലിൻ ഉള്ളവർക്ക് സോഷ്യൽ വർക്കിന്റെ ഏതെങ്കിലും ഒരു പേപ്പർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാനുള്ളതാണ് MDC പ്രോഗ്രാം. MDC പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് MDC നമ്മൾ ഓഫർ ചെയ്യുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അഗെയിൻ 5 മൊഡ്യൂളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. അത് ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പിന്റെ മീനിങ്, ഡെഫിനിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ഈഗോയിസ്റ്റിക് നീഡ്സ്, ഫങ്ഷണൽ നീഡ്സ്, കോഗ്നിറ്റീവ് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിന്റെ നീഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്തൊക്കെയാണ്, ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തീരും. സെക്കൻഡ് മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. അത് ഗ്രൂപ്പിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺസ് എങ്ങനെയുള്ളതാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പിന്നെ തേർഡ് മൊഡ്യൂളിൽ വരുമ്പോൾ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആണ്. അത് നമ്മൾ സാധാരണ പറയാറുള്ള ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജോണിംഗ് എന്നുള്ള ഗ്രൂപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള സ്റ്റേജസ് പറയുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്ട്രക്ചർ, ഗ്രൂപ്പിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം എന്താണ്, ഗ്രൂപ്പ് സൈസ് എന്താണ്, ഡയാഡ്സ് എന്താ, ട്രയാഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഫോർത്ത് മൊഡ്യൂൾ എങ്ങനെ ഒരു ഈസി മൊഡ്യൂൾ ആണ്. ലീഡർഷിപ്പിന്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും തിയറീസ് ഓഫ് ലീഡർഷിപ്പും റോൾസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡറും ഒക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഇനി ഇതിന്റെ ഫീൽഡ് വർക്ക് ആസ്പെക്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടക്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റി സെഷൻ ഏജൻസി ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റി ലെവൽ ടു അണ്ടർസ്റ്റാൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് വർക്കാണ് ഈ ഒരു
പേപ്പറിന് വേണ്ടി, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന MDC പേപ്പറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അടുത്ത MDC വരുന്നത് സോഷ്യൽ ബിഹേവിയർ ആണ്. സോഷ്യൽ ബിഹേവിയറിലേക്ക് വരികയാണെങ്കിൽ ബേസിക്കലി സോഷ്യൽ സൈക്കോളജി ആണ് ഇതിനകത്ത് വരുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. അതിനകത്ത് സോഷ്യൽ വർക്ക് എന്താണെന്നും വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയും വരുന്നുണ്ട്, റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ സൈക്കോളജി വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ സോഷ്യൽ കോഗ്നിഷനുമായി ബന്ധപ്പെട്ടിട്ട് ABC മോഡൽ എന്താണ്, മെന്റൽ ഷോർട്ട് കട്ട്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. തേർഡ് മൊഡ്യൂളിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ സ്റ്റീരിയോടൈപ്പിംഗ്, prejudice and discrimination അതാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. നേച്ചർ എന്താണ്, ഒറിജിൻ ഓഫ് prejudice എന്താണ്, റോൾ ഓഫ് prejudice in communal issues, illustrations and analysis of Indian and Kerala cases എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈവൻ ഫിലിം റിവ്യൂ വരെ നടത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫീൽഡ് വർക്ക് ആസ്പെക്ടിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ ആൻഡ് കണ്ടക്ട് എ ബേസിക് സർവേ ഓഫ് കേസ് സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് എനി 3 of the concepts above. Associate the study to the implementation of a welfare program by government or non-governmental agency. ഇതാണ് ഇതിന്റെ ഫീൽഡ് വർക്ക് ആസ്പെക്ട് വരുന്നത്. വളരെ ചെറിയ സിലബസ് ആണ് തോന്നുമെങ്കിലും വളരെ അധികം കാര്യങ്ങൾ കുത്തി നിറച്ചൊരു സിലബസ് ആണ് ഈ ഒരു സോഷ്യൽ ബിഹേവിയർ എന്നുള്ള പേപ്പറിനുള്ളത്. ഇത്രയുമാണ് നമ്മളുടെ FYUGP സോഷ്യൽ വർക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്ട്സും ഓരോ പേപ്പേഴ്സും ഓരോ ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺ വിത്ത് us. താങ്ക് യു സോ മച്ച്.